ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരിത്തിരി വെറൈറ്റി ആയിട്ട് വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി പൊട്ടറ്റോ ചില്ലിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം 1/2 കിലോ ഉരുളക്കിഴങ്ങാണ്. ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് തീരെ വലുതുമല്ല തീരെ ചെറുതുമല്ലാത്ത പരുവത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഈ കാണുന്ന ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരല്പം വലിപ്പം കൂടുതലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് എണ്ണയിലേക്കിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങെല്ലാം കുറേശ്ശെയായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പിന്നീട് അങ്ങോട്ട് ഇടയ്ക്കിടെ ഇളക്കി ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഉരുളക്കിഴങ്ങിൻ്റെ കളറൊന്ന് ചേഞ്ചായി ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ ആദ്യ തവണ നമ്മൾ ഈ ഇട്ട് കൊടുത്ത പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അവശേഷിച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ആവശ്യമായ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് കോൺഫ്ലോർ. അത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായതാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ 15 ml 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഈ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 100 ml വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രേവി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാനാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണയായി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാറ്. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഓയിലൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് ഇളക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് ചേഞ്ചായി തുടങ്ങുന്നത് വരെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം മാറി നല്ലൊരു മണം വന്ന് തുടങ്ങുന്നത് വരെ തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളിയും അത്യാവശ്യം ഒന്ന് മൂത്ത് ചുവന്ന് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് 2 മീഡിയം വലുപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത്. ഒടുവിലായിട്ട് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റ് കൊണ്ട് തന്നെ സവാളയും ക്യാപ്സിക്കവും എല്ലാം നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് സോസ് ചേർത്ത് കൊടുക്കാം. ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന 15 ml ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ വിനെഗർ ഇവ മൂന്നും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഒരല്പം ഡ്രൈ ആയിട്ടുള്ള പൊട്ടറ്റോ ചില്ലിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങളൊരു പക്ഷേ ഗ്രേവിയോട് കൂടിയ പൊട്ടറ്റോ ചില്ലിയാണ് തയ്യാറാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതിൽ ഡബിൾ അളവിൽ വേണം സോയാ സോസ്, ടൊമാറ്റോ സോസ്, വിനെഗർ ഇവ മൂന്നും എടുക്കേണ്ടത്. അതുപോലെ ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തും ഒരല്പം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഗ്രേവി കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് 100 ml വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഈ ഗ്രേവി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ച കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുപോലെ ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കോൺഫ്ലോർ മിക്സ് തിക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺഫ്ലോർ മിക്സ് അത്യാവശ്യം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോ മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണിൻ്റെ 1/3 ഭാഗം ഉപ്പും കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ അത് കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാൻ പറ്റാതെ വന്നത്. അതുപോലെ കുറച്ച് മല്ലിയില വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രേവിയോട് കൂടിയ പൊട്ടറ്റോ ചില്ലിയാണ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന സോസിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും മാത്രം കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വളരെ സ്പെഷ്യലായിട്ടുള്ള
സിമ്പിൾ പൊട്ടറ്റോ ചില്ലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.